എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 14 അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. വെളിപ്പാട് 6 മുതൽ 13 വരെ ആരംഭ വാക്യങ്ങൾ മാത്രം വായിക്കട്ടെ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവരെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി. തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 14 അധ്യായത്തിൽ വ്യത്യസ്തമായ ദൂതന്മാരുടെ ഇടപെടൽ യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. ദൂതന്മാർ ന്യായവിധി അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ യോഹന്നാൻ മനുഷ്യപുത്രനെ പോലെ ഒരാളെ അവിടെ കാണുന്നു. കുഞ്ഞാടിനെ പോലെ കൊല്ലപ്പെട്ടവൻ, സകല ദേശത്തിന്മേലും ജനത്തിന്മേലും അധികാരം ലഭിച്ചവനായി കാണപ്പെടുന്നു. അവനൊരു പൊൻ കിരീടം ലഭിക്കുന്നതായും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. 3 ദൂതന്മാർ ഒന്നിനു പുറകെ ഒന്നായി പ്രത്യക്ഷപ്പെടുന്നു. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അങ്ങനെയാണ്. 6-ാം അധ്യായത്തിൽ നാശത്തെ സൂചിപ്പിക്കുന്ന 3 കുതിരകൾക്ക് ബദൽ എന്ന് തോന്നത്തക്ക വിധത്തിലാണ് ഈ ദൂതന്മാരെ കാണുന്നത്. ദൈവത്തിൻ്റെ ന്യായവിധിക്കുള്ള സമയം വന്നിരിക്കുന്നു എന്ന നിത്യസുവിശേഷം 1-ാമത്തെ ദൂതൻ 2 പ്രാവശ്യം പ്രഖ്യാപിക്കുന്നു. സുവിശേഷം അല്ലെങ്കിൽ എവൻഗേലിയോൻ എന്ന പദം 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ബാബിലോൺ നിബദിച്ചിരിക്കുന്നു എന്ന് 2-ാമത്തെ ദൂതനും, മൃഗത്തെ തള്ളിക്കളഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനകളും യേശുവിൻ്റെ വിശ്വാസവും കാത്തുകൊള്ളണമെന്ന ആഹ്വാനം 3-ാമത്തെ ദൂതനും പ്രഖ്യാപിക്കുന്നു. ഈ സദ്വാർത്ത ഭൂനിവാസികളായ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. മൃഗത്തെ ആരാധിക്കുന്നവർ ഭൂമിയിൽ സന്തുഷ്ടരാണെന്ന് പറയുന്ന മറ്റ് സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളതിൽ കൂടുതലായി ഇരിക്കുന്ന എന്നൊരു ക്രിയ ഇവിടെ രേഖപ്പെടുത്തുന്നു. മർദ്ദക സാമ്രാജ്യങ്ങളും സാത്താന്യ ദുഷ്ഭരണങ്ങളും വരികയും പോവുകയും ചെയ്യും. എന്നാൽ എല്ലാവർക്കും വേണ്ടി എന്നേക്കുമുള്ള ഒരു നിത്യസുവിശേഷമുണ്ട്. ക്രമരാഹിത്യത്തിൻ്റെയും വിഭ്രാന്തിയുടെയും സാമ്രാജ്യങ്ങളുടെ പതനത്തിൻ്റെയും വേളകളിൽ രാഷ്ട്രങ്ങളും ജനങ്ങളും യഥാസ്ഥാനീകരണത്തിന് അല്ലെങ്കിൽ അതിൻ്റെ മർമ്മമായ ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക എന്ന് മധ്യാകാശത്തിൽ പറന്ന് പ്രഖ്യാപിക്കുന്ന ദൂതന് ചെവി കൊടുത്തു എന്ന് വരാം. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് സുവിശേഷം എന്ന് ധരിക്കുന്നവരോടാവണം ആകാശവും ഭൂമിയും സമുദ്രവും ജലത്തിൻ്റെ അടിസ്ഥാനവും സൃഷ്ടിച്ച ദൈവം എന്ന് യോഹന്നാൻ എടുത്തു പറയാൻ ശ്രമിക്കുന്നത്. സുവിശേഷം പാപികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പ്രപഞ്ചത്തിനും കൂടെ ഉള്ളതാണ്. ഏറ്റവും അനുയോജ്യരായവരുടെ നിലനിൽപ്പാണ് ജീവന്റെ പ്രമാണം എന്ന് പഠിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരും, സമുദ്രത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും എഴുന്നേൽക്കുന്ന മൃഗങ്ങളും ഭൂമിയെ നശിപ്പിക്കാൻ തുടങ്ങിയേക്കാം. എന്നാൽ വ്യത്യസ്തമായ ഒരു ഉദ്ദേശത്തോടെ സൃഷ്ടിയെ ഉണ്മയിലേക്ക് കൊണ്ടുവന്ന ദൈവം അങ്ങനെ വിട്ട് കളയുന്നില്ല. അവൻ ന്യായം വിധിക്കാൻ വരുന്നു. അതാണ് സദ്വർത്തമാനം. 98-ാം സങ്കീർത്തനം 7 മുതൽ 9 വരെയുള്ള ഭാഗത്ത് അതിൻ്റെ രേഖപ്പെടുത്തലുണ്ട്. അതിൻ്റെ അർത്ഥം നിഹതരുടെയും പീഡിതരുടെയും മർദ്ദിതരുടെയും നിർദോഷ ദൈവം തെളിയിക്കും. ഭൂമിയെ നശിപ്പിക്കുന്ന ഈ മർദ്ദക അധികാരികളെ തകർക്കുകയും ന്യായം വിധിക്കുകയും ചെയ്യും
എന്നത് വളരെ വ്യക്തമാക്കപ്പെടുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന പോലെ ബാബിലോൺ വീണിരിക്കുന്നു എന്ന് രണ്ടാമത്തെ ദൂതൻ പ്രഖ്യാപിക്കുന്നു. അതിന് സമയമായി. അതിൻ്റെ സ്വാധീനം തകർന്നിരിക്കുന്നു. തങ്ങളുടെ പരസംഗത്തിനെതിരെയുള്ള കോപത്തിൻ്റെ വീഞ്ഞു കുടിച്ച രാഷ്ട്രങ്ങൾക്ക് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദുർമോഹത്തെ വിട്ടുപിരിയാം. മൂന്നാമത്തെ ദൂതൻ്റെ ആഹ്വാനം കേട്ട് മായാമോഹത്തിൽ നിന്നുണർന്ന് തങ്ങളുടെ ഇരുളിൽ നിന്ന് പുറത്തു കടക്കാനും മൃഗവുമായുള്ള ബന്ധം എന്നേക്കുമായി വിട്ടുകളയാനും അവർക്ക് അവസരവും സ്വാതന്ത്ര്യവും ഉണ്ട്. മൃഗം എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ കൊലപാതക ക്രിയകൾ കാണാം. അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ മൃഗത്തോടൊപ്പം നീയും വീഴും എന്ന ആഹ്വാനമാണ് നൽകുന്നത്. അതിൻ്റെ തിന്മയ്ക്കെതിരെയുള്ള ദൈവകോപത്തിൻ്റെ കയ്പ് പാനപാത്രം നീയും കുടിക്കേണ്ടി വരും. തങ്ങളുടെ ഹൃദയം കഠിനമാക്കുകയും മൃഗത്തെ വന്ദിക്കുന്നത് തുടരുകയും ചെയ്യുന്നവർ രാത്രിയും പകലും ഉപദ്രവിക്കപ്പെടും. അവർക്ക് ജീവിതം കയ്പായി തീരുകയും അവരുടെ ആരാധനാ വിഗ്രഹങ്ങൾ ഉയർത്തിയ നാശത്തിൻ്റെ പുകയിൽ അവർ ശ്വാസം മുട്ടുകയും ചെയ്യും. ഈ കയ്പുള്ള ബോധം ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുന്നിൽ ശല്യ കാരണമായി അവർക്ക് അനുഭവപ്പെടും. അവരെന്താണ് തിരഞ്ഞെടുത്തത് എന്നറിയാൻ ആ സാന്നിധ്യം അവർക്ക് ഇടം നൽകും. അവരുടെ ഉപദ്രവം വളരെ കാലം നീണ്ടു നിൽക്കും, ദൈവം ശാപം നീക്കിക്കളയുന്നത് വരെ. മൃഗത്തിൻ്റെ ആരാധനയിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാം എന്ന ഒരു ചിന്തയും യോഹന്നാൻ നൽകുന്നു. തീർച്ചയായും അവർ സ്വർഗത്തിലേക്ക് പോകും എന്ന ലളിത ചിന്ത ആദിമ ക്രിസ്ത്യാനികൾക്ക് ഇല്ലായിരുന്നു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന അവർ ഭാഗ്യവാന്മാർ എന്ന പ്രത്യേക ഉറപ്പ് അന്നത്തെ രക്തസാക്ഷികൾക്ക് നൽകാനുള്ള ബാധ്യത യോഹന്നാൻ ഏറ്റെടുക്കുന്നു. കുഞ്ഞാടിനെ മരണത്തിൽ അനുഗമിക്കുന്നവർ ഉയിർപ്പിലും അവനെ അനുഗമിക്കും. രണ്ടർത്ഥത്തിൽ അവർ അനുഗ്രഹീതരായിരിക്കുമെന്ന് ആത്മാവ് ഉറപ്പിക്കുന്നു. ദൈവഭൃത്യരായി അവർ അനുഭവിച്ച കഠിനമായ അധ്വാനത്തിനും കഷ്ടാനുഭവങ്ങൾക്കും ശേഷം ദൈവത്തിൻ്റെ ശാപത്ത് അവർ അനുഭവിക്കും. സ്വന്തം ജീവിതത്തിൻ്റെ ഫലം അവർ അനുഭവിക്കും. അതായത് സ്നേഹത്തിൻ്റെയും നീതിയുടെയും പ്രവർത്തനങ്ങൾ അവരെ അനുഗമിക്കും. അത് അവരെ എന്നത് മാത്രമല്ല, ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ ഒരു അനുഭവമുണ്ട്. അവരുടെ സ്നേഹവും നീതിയും അവരെ അനുഗമിക്കും. ക്രിസ്തുവിനോടുകൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ പരിഭാഗത അവർ പ്രാപിച്ചിരിക്കുന്നു. മൃഗീയ ആരാധനകൾ അല്ലെങ്കിൽ അതിൻ്റെ അധികാരങ്ങൾ, ശക്തികൾ, ഇതിനൊന്നും അവരെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവർ സമ്മർദ്ദങ്ങളെ സഹിക്കുകയും പിടിച്ചു നിൽക്കുകയും ചെയ്തതിലൂടെ അവരുടെ മനുഷ്യതയും ജീവിതത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും അർത്ഥവുമൊക്കെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. അന്ത്യന്യായവിധിയെക്കുറിച്ചുള്ള ദർശനം, സീനായി മലയിൽ നിന്നുകൊണ്ട് ന്യായവിധി പ്രഖ്യാപിക്കുന്ന ദർശനം. ദൂതന്മാർ കടന്നു വന്ന് ഓരോ തലത്തിലും ന്യായവിധി അവതരിപ്പിക്കുന്നു. അങ്ങനെയുള്ള ന്യായവിധി തീർച്ചയായും ദൈവജനത്തിന് ഉത്തേജനം നൽകുന്നതാണ്. കാരണം ആ ന്യായവിധിയിലൂടെയാണ് ദൈവജനം ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നത്. ദൈവത്തെ നമസ്കരിക്കാനും ആരാധിക്കുവാനും നൽകുന്ന ആഹ്വാനമാണ് ന്യായവിധിയുടെ ആദ്യ ചുവട്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്നത്തെ സാമ്രാജ്യ ശക്തിയായിരുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ പതനത്തെ സൂചിപ്പിക്കാൻ യോഹന്നാൻ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ പതനത്തെക്കുറിച്ചാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള പതനത്തിനിടയിലും ദൈവജനം ദൈവീക രാജ്യത്തിൽ വളരുമെന്ന സത്യം
യോഹന്നാൻ എടുത്ത് പറയുന്നു. ഇതൊരു വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ദൈവവചനത്തിൻ്റെ ഉറപ്പാണ്. ഈ ഉറപ്പ് കാലികമായ സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കൂടുതൽ വിനയത്തോടും സമർപ്പണത്തോടും കൂടെ നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും സഭയുടെ ചരിത്രപരതയും കാലികമായ അതിൻ്റെ അർത്ഥവുമൊക്കെ ഈ വേദഭാഗത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്നതിനായും സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവിക മൂല്യങ്ങളെ മുറുകെ പിടിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത സാന്നിധ്യം കൊണ്ട് കർത്താവെ, അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രവർത്തികളിൽ, ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ, ആവശ്യങ്ങളിൽ അവിടുന്ന് ആലോചകനായും വഴികാട്ടിയായും കൂടെ ഇരിക്കണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പുതുവർഷം പ്രിയപ്പെട്ട എല്ലാവർക്കും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നൽകണമേ. യേശു മശിഹാ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.